ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിച്ച സാഹചര്യത്തിൽ ഇറാനുമായി ചർച്ച നടത്താൻ അമേരിക്ക. ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ കരാറിൽ ഒപ്പുവെക്കാനാണ് സാധ്യത. അടുത്തയാഴ്ച ചർച്ച ഉണ്ടാകുമെന്ന വിവരം നെതർലാൻഡ്സിൽ നടന്ന നാറ്റോ യോഗത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അറിയിച്ചത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുവാനുള്ള 2015 കരാറിൽ നിന്ന് ട്രംപ് ആദ്യം പ്രസിഡന്റായ കാലത്ത് അമേരിക്ക പിന്മാറിയിരുന്നു. അതേസമയം US ആക്രമണത്തിൽ ഫോർദോ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗേയി രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ നാശനഷ്ടത്തിന്റെ തോത് വെളിപ്പെടുത്തുവാൻ ഇസ്മായിൽ ബാഗേയി തയ്യാറായില്ല. അതിനിടെ വ്യാപാര ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് തയ്യാറായതെന്ന് ട്രംപ് ആവർത്തിച്ചു. പ്രതിരോധ ചെലവ് കുത്തനെ ഉയർത്തുവാൻ 32 പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോ തീരുമാനിച്ചു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഓരോ നാറ്റോ സഖ്യ രാജ്യങ്ങളും GDPയുടെ 5% പ്രതിരോധ ചെലവിനായി മാറ്റിവെക്കും. നേരത്തെ ഇത് 2%. വിയോജിച്ച സ്പെയിന്റെ മേൽ അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഇറാനിലെ ആണവ നിലയങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ 1945 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയും നാഗസാക്കിയിലുമുണ്ടായ ആണവ ബോംബാക്രമണങ്ങളുമായി ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരതമ്യം ചെയ്തിരുന്നു. അമേരിക്കയുടെ ഇത്തരമൊരു ആക്രമണമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതെന്നും നാറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചുവെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ആ ഒരടിയാണ് യുദ്ധം അവസാനിപ്പിച്ചത്. ഹിരോഷിമയോ നാഗസാക്കിയോ അതിന് ഉദാഹരണമായി കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർ ഇപ്പോഴും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു.